സാധാരണ ഓഫീസിൽ തന്നെ വരുമ്പോഴാണ് പാല് കൊണ്ടുവരുന്നത്. ഇന്നൊക്കെ കൊണ്ടുവരാൻ മറന്നു. അപ്പോൾ നമ്മൾ മേടിക്കാൻ വേണ്ടി അങ്ങനെ പോവുകയാണ്. ഈവനിങ് ഒരു 7 o'clock ഒക്കെ ആയി. ഇത് കണ്ടില്ലേ ഈ പാടം, ഇതിൽ ഈ വെള്ളം കണ്ടില്ലേ, ഇതുപോലെ തന്നെയായിരുന്നു ഇപ്പുറത്തെ ഈ സൈഡ്. പക്ഷേ ഇപ്പോൾ ഈ സൈഡിൽ വെള്ളമില്ല. ഇപ്പോൾ ഇതിവിടെ ഇങ്ങനെയാണ്. അതിൽ ഏതാണ് വെള്ളം ഏതാണ് റോഡെന്ന് മനസ്സിലാവണമെന്നില്ല. അതുപോലെ അങ്ങനെ നമ്മൾ പോവാണ്. ഇപ്പോൾ ഈ കുട്ടി കണ്ടില്ലേ, കുട്ടി അബ്ബയാണ് പിടിച്ചോണ്ടിരുന്നത്. പകുതിയായപ്പോൾ ഞാൻ പിടിച്ചപ്പോൾ ഇപ്പോൾ ആ വണ്ടി അവിടെ സ്റ്റക്കാക്കി. പിന്നെ ഈ വണ്ടി എങ്ങനെ പോയാലും ഇപ്പോൾ നിൽക്കില്ല. പിന്നെ അവളുടെ അബ്ബ തന്നെ പിടിക്കണം. അവളുടെ അബ്ബ പിടിച്ചപ്പോൾ പിന്നെ കുഴപ്പമില്ലാതെ അങ്ങനെ പോകണമെന്ന്. അപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ല. അബ്ബ ആയപ്പോൾ അവൾക്കൊരു കുഴപ്പമില്ലാതെ അങ്ങനെ പോകുന്നുണ്ട്. നമ്മൾ ഈ കടയിലാണ് പാല് വാങ്ങാൻ വന്നത്. പക്ഷേ ഈ കടയിൽ പാൽ ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മൾ വേറൊരു കടയിൽ ചോദിച്ചു, അവിടെ ഉണ്ടായിരുന്നില്ല. നമ്മൾ വേറൊരു കടയിലേക്ക് അങ്ങനെ പോകണേന്ന് പാല് വാങ്ങാൻ. ഒരു പാല് വാങ്ങാൻ നമ്മൾ കുറേ റൗണ്ട് ചുറ്റി. അങ്ങനെ ആകാശ അമ്പിളി മാമനെ കാട്ടിയിട്ട് എൻ്റെ മോളിങ്ങനെ പോകണേന്ന്. അവൾക്ക് കുഴപ്പമില്ല, അവൾ സൈക്കിളിലല്ലേ, സൈക്കിളിൽ നിന്ന് പോവാണ്. സൈക്കിൾ എടുത്തോണ്ടൊരു ഗുണം ഉണ്ടായത് പാല് അവിടെ വെക്കാൻ പറ്റി. അതുതന്നെ ഒരു ഗുണം. പിന്നെ ഒരു 2-3 സിപ്പപ്പും പിന്നെ എന്തോ ഒരു മിഠായിയൊക്കെ വാങ്ങിയിട്ട് നമ്മൾ വീട്ടിലേക്ക് അങ്ങനെ പോണേ. ഈ റോഡുണ്ടല്ലോ, ഒരു മനുഷ്യനുണ്ടാവില്ല ഈ റോഡിലൊന്നും. ഇങ്ങനെ അങ്ങനെ കിടക്കണം. ഇടയ്ക്ക് ഒരു വണ്ടി 2-3 വണ്ടികളൊക്കെ പോകും. അല്ലാണ്ട് ഒരു മനുഷ്യൻ തന്നെ ഇല്ലേ വഴിക്കൂടെ. അങ്ങനെ നമ്മൾ കുറേ ചുറ്റി. അടുത്തൊരു കട ഉണ്ടായിരുന്നു, അവിടെ പോവാതെ നമ്മൾ ഈ ഒരു കടയിലേക്ക് വന്നിരുന്നു. അവിടെ പാലും ഉണ്ടായിരുന്നില്ല. പിന്നെ നമ്മളിങ്ങനെ കുറേ അങ്ങനെ ചുറ്റിയിട്ട് ഇങ്ങനെ, അവൾക്ക് കുഴപ്പമില്ല, അവൾക്ക് സൈക്കിളുള്ളതുകൊണ്ട് അവൾ അങ്ങനെ ഇരുന്ന് പോകും. നമ്മളിങ്ങനെ കുറേ നടന്നു. 7 മണിക്ക് ഇറങ്ങിയിട്ട് നമ്മൾ വീട്ടിൽ തന്നെ 7:45 വീട്ടിലെത്തിയപ്പോൾ. പിന്നെ കുട്ടീൻ്റെ മുഖമൊക്കെ മാറി, വീടെത്താനായല്ലോ. അപ്പോൾ അവൾക്ക് മുഖമൊക്കെ മാറി. ഇനിയിപ്പോൾ വീട്ടിലേക്കാണ് അവൾക്ക് മനസ്സിലായി. അതാണ് ആ മുഖം ഇങ്ങനെ ഇരിക്കുന്നത്. പിന്നെ ഈ വഴി അവൾ കയറിയപ്പോൾ അവൾക്ക് ആകെ ദേഷ്യമായി. പിന്നെ ആ സൈക്കിളിൽ ഇരിക്കൂല അവൾ. ഈ വഴിയൊക്കെ അവൾക്ക് പേടിയാണ്. എന്നാലും അവൾക്ക് കുഴപ്പമില്ലാണ്ട് ഇരിക്കലുണ്ട്. ഇപ്പോൾ തിരിച്ച് വീട്ടിലേക്ക് വരുന്നതിൻ്റെ ഒരു ദേഷ്യമാണ്. അപ്പോൾ നമ്മൾ എങ്ങനെയൊക്കെയോ വീട്ടിലെത്തി. കുറേയൊക്കെ ഒഴുങ്ങി, ഞങ്ങൾ തളർന്നു പോയി തിരിച്ചു വന്നപ്പോഴത്തേക്കും. അപ്പോൾ നമ്മൾ ചാനൽ ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ.